തീർച്ചയായിട്ടും പറയുന്നത് KPCC അദ്ദേഹത്തെ അവഗണിക്കുകയാണ്. താങ്കളുടെ ഒരു അതിന് മറുപടി പറയേണ്ട ഞാനല്ലല്ലോ, KPCC അല്ലേ മറുപടി പറഞ്ഞു. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു അവഗണന മുല്ലപ്പള്ളി നേരിടുന്നു? എനിക്കറിയില്ല, ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസമായി കണ്ടിട്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മരണം ഉണ്ടായപ്പോൾ ഞാൻ കണ്ടിരുന്നു. അതിന് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല. ഏതായാലും നേതാക്കന്മാരുടെ പരാതിയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇലക്ഷൻ നടക്കുന്നൊരു സന്ദർഭത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വല്ല പരാതികളുണ്ടെങ്കിൽ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വളരെ സാധാരണമായിട്ടുള്ള വിധിയാണ് ഇത്. ഏറ്റവും അധികം തിരിച്ചടി BJPക്കാണ്. അവർക്ക് 6000-7000 കോടിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്കാകെ 100 കോടിയേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്ന് വളരെ വ്യക്തമായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടികൾക്കും ഇതിൻ്റെ മെച്ചം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വിധി വളരെ സാധാരണമാണ്. കാരണം വോട്ട് ചെയ്യുന്ന പൗരന് തങ്ങൾ വോട്ട് ചെയ്യുന്ന പാർട്ടികൾക്കൊക്കെ എത്ര ശതമാനം കിട്ടിയെന്ന് അറിയാനുള്ള അധികാരമുണ്ട്. ഇതൊക്കെ സുതാര്യമാണ്, കാര്യങ്ങൾ സുതാര്യമാകണം. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ കണക്ക് കൊടുക്കാറുണ്ട്.